നമസ്കാരം. അമേരിക്കൻ ആയുധപ്പുരയിലെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നാണ് ടോംഹോക്ക് ക്രൂയിസ് മിസൈൽ. വളരെ വലിപ്പം കുറഞ്ഞ ലക്ഷ്യങ്ങൾ പോലും, അതായത് ഒരു കുടിലിൻ്റെ വലിപ്പമുള്ള ലക്ഷ്യങ്ങൾ പോലും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് കൃത്യമായി തകർക്കാൻ കഴിയും ടോംഹോക്കിന്. ഏകദേശം 2400 കിലോമീറ്റർ വരെ സഞ്ചരിച്ചുകൊണ്ട് ലക്ഷ്യത്തെ ഭേദിക്കുവാൻ ഇതിന് സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വിക്ഷേപിച്ചതിന് ശേഷം പോലും ലക്ഷ്യസ്ഥാനം മാറ്റാൻ സാധിക്കും. പുതിയ നിർദ്ദേശങ്ങൾ നൽകാനും കഴിയും. മാറിക്കൊണ്ടിരിക്കുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ ഏറെ നിർണായകമാണ് ടോംഹോക്കിൻ്റെ സാന്നിധ്യം. ഇത്തരം പ്രത്യേകതകളാണ് ആയത്തുള്ള അൽ ഖമനയെ പോലുള്ള വലിയ ലക്ഷ്യങ്ങളിലേക്ക് തൊടുത്തുവിടാൻ ഇത് അമേരിക്കയെ പ്രേരിപ്പിച്ചതും, അല്ലെങ്കിൽ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേലിനെ ഇത് പ്രേരിപ്പിച്ചത്. വളരെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിലേക്കും അതീവ സുരക്ഷയുള്ള ഇടങ്ങളിലേക്കും ഇതിന് വളരെ കൃത്യമായി എത്താൻ സാധിക്കും. ഖമനായുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ടോംഹോക്ക്. GPS, കോണ്ടൂർ മാപ്പിംഗ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ലക്ഷ്യത്തിലെത്താനും മീറ്ററുകൾ വ്യത്യാസത്തിൽ ആക്രമണം നടത്താനും ടോംഹോക്കിന് സാധിക്കും. റഡാറുകളെ വെട്ടിക്കും. ഭൂമിയോട് വളരെ താഴ്ന്ന് മണിക്കൂറിൽ 885 കിലോമീറ്റർ വേഗതയിലാണ് ടോംഹോക്ക് സഞ്ചരിക്കുന്നത്. ശത്രു രാജ്യങ്ങളുടെ റഡാർ സംവിധാനങ്ങൾക്ക് പിടികിട്ടാൻ പോലും സാധിക്കില്ല. ഒരു മിന്നൽ പിണർ പോലെ ശത്രുവിൻ്റെ നെഞ്ചകം തകർക്കാൻ ശേഷിയുണ്ട് ടോംഹോക്കിന്. ഇന്നലെ ഇറാന്റെ സുപ്രീം ലീഡർ ഖമനായുടെ ഔദ്യോഗിക വസതിയിലേക്ക് പാഞ്ഞുകയറി തച്ചു തകർത്തപ്പോൾ അത് മറ്റൊരു ചരിത്രമായി. ആദ്യമായിട്ടല്ല ടോംഹോക്ക് ഇത്തരം ലക്ഷ്യങ്ങളെ ഭേദിക്കുന്നത്. 1991 ഗൾഫ് യുദ്ധത്തിലാണ് ടോംഹോക്ക് ആദ്യമായി ലോകശ്രദ്ധ നേടുന്നത്. അതിനുശേഷം അമേരിക്ക തൊടുത്തുവിട്ട പ്രധാനപ്പെട്ട നീക്കങ്ങളിലെല്ലാം ടോംഹോക്കിൻ്റെ പങ്ക് വളരെ നിർണായകമായിരുന്നു. ഒരിക്കൽ വൻ സൈനിക ശക്തിയായ, അതായത് ഉക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറായില്ലെങ്കിൽ റഷ്യക്കെതിരെ ദീർഘദൂര ടോംഹോക്ക് മിസൈലുകൾ അയക്കുമെന്ന് പോലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ഇപ്പോൾ മോസ്കോയെ നേരിട്ട് ലക്ഷ്യം വച്ചില്ല എങ്കിൽ പോലും, പുടിനെ നേരിട്ട് ലക്ഷ്യം വച്ചില്ല എങ്കിൽ പോലും പുടിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായ ഖമനായുടെ നെഞ്ചകം തകർക്കുമ്പോൾ അത് റഷ്യക്ക് തന്നെയാണ് കൊള്ളുന്നത്. അമേരിക്കയുടെ സർവാധിപത്യകാലം അവസാനിക്കാൻ പോകുന്നു എന്ന് ലോകം വിലയിരുത്തുന്ന കാലത്താണ് ഖമനായുടെ നേരെ ട്രംപ് ബ്രഹ്മാസ്ത്രം എറിഞ്ഞിരിക്കുന്നത്. ട്രംപ് വീണ്ടും മുഖ്യധാരയിലേക്ക് എത്തുന്നു. ചെറിയ കളികളല്ല ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. പക്ഷേ കാര്യങ്ങൾ ഇനി ഏതു ദിശയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വരും സമയങ്ങളിൽ മാത്രമേ അറിയൂ. ഹോർമൂസിന്റെ പാത അടച്ചിട്ടതോടെ ലോകത്തിലെ സാമ്പത്തിക രംഗം അതീവ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. മോജ്തബ ഖമനായി ഇനി അധികാരത്തിലെത്തുമ്പോൾ ഈ വിഷയങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനാശ്രയിച്ചായിരിക്കും പശ്ചിമേഷ്യയിലെ സമാധാന സ്ഥിതി. ഖമനായിയും മകളും മരുമകനും പേരക്കുട്ടിയുമടക്കം മരണം ഇറാനെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു. അതിനു പുറമെ ബന്ധപ്പെട്ട ഭീകരവാദ സംഘടനകൾ ഇതിനെ എങ്ങനെ കാണും? അതായത് ഷിയ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഭീകരവാദ സംഘടനകൾ, ഹിസ്ബുള്ളയെ പോലുള്ള ഭീകരവാദ സംഘടനകൾ ഇതിനെ എങ്ങനെ സമീപിക്കും എന്നും അറിയേണ്ടതുണ്ട്. എന്തുതന്നെയായാലും ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ സംഘർഷത്തിലേക്ക് മാത്രമല്ല ഇത് വിരൽ ചൂണ്ടുന്നത്, മറിച്ച് റഷ്യയെ കൂടി ഈ സംഘർഷാവസ്ഥയിലേക്ക് വരാൻ സാധ്യതകൾ തള്ളിക്കളയാനും സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരു ലോക മഹായുദ്ധത്തിലേക്കായിരിക്കും നയിക്കുന്നത്. ഇറാനിൽ ഇതൊരു സുപ്രധാന നിമിഷമാണ്. ഖമനായുടെ എതിരാളികൾ, അവിടുത്തെ ജനത, അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഖമനായുടെ എതിരാളികൾ ഇപ്പോൾ ആഹ്ലാദ പ്രകടനത്തിലാണ്. മറിച്ച് ഖമനായുടെ അനുകൂലികൾ സങ്കടത്തിലും ദുഃഖത്തിലും ആണ്ടിരിക്കുന്നു. എന്തായാലും ഇറാൻ്റെ ഭാവി, പശ്ചിമേഷ്യയുടെ ഭാവി ഇനി എന്ത് ആണ് എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.